ആന്റിയെ കൊന്നതാരാണെന്ന് ഇനി ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. അതാരാണ് എന്ന് ഹീറോ പറയുമ്പോഴേക്കും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സംഭവം ഹീറോയെ നേരിട്ട് വന്ന് കണ്ടത് മറ്റാരുമല്ല. ഇവിടെ വരുന്നതിന് മുന്നേ ഹീറോയ്ക്ക് ആ പെട്ടിയും ലെറ്ററും കൊണ്ടുവന്ന് കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ആന്റി തന്നെയാണ്. പക്ഷെ അത് ആന്റി അല്ല, ആന്റിയുടെ ട്വിൻ സിസ്റ്ററാണ്, ഇരട്ട സിസ്റ്ററാണ്. അവളുടെ പേര് ഹെലൻ എന്നാണ്. ഹെലൻ പറയും, എന്റെ ട്വിൻ സിസ്റ്റർ 2 ദിവസം മുന്നേ മരണപ്പെട്ടു. സൂയിസൈഡ് എന്നാണ് പോലീസുകാർ പറഞ്ഞത്. സ്വന്തം കാറിൽ അവളുടെ ഗ്യാരേജിൽ അനക്കമില്ലാതെ അവൾ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള പെണ്ണായിരുന്നു, ഒരുപാട് കഴിവുകളുള്ള പെണ്ണായിരുന്നു. വലുതായി വളരണം എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വളർന്നു വന്ന പെണ്ണാണ് ഇപ്പൊ മരണപ്പെട്ട് കിടക്കുന്നത്. അവളുടെ മരണത്തിന്റെ ആഘാതം ഏറ്റു നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ കൊറിയർ ലഭിക്കുന്നത്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. ഇൻവിറ്റേഷനാണത്. അവന്റെ മൈൽസിന്റെ പ്രൈവറ്റ് ഐലൻഡിലേക്കുള്ള ഇൻവിറ്റേഷൻ. എന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അവൾക്ക് ഡയറി എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കും. ആന്റി അത്ര ഭീരുവല്ല. ഞാൻ അവളുടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കി. മരിക്കുന്നതിന് 4 ദിവസം മുന്നേ അവളൊരു മെയിൽ അയച്ചിട്ടുണ്ട്. എനിക്കൊരു സംഭവം കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ മെയിൽ. ഒരു എൻവലപ്പ് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് മെയിൽ. ആ മെയിൽ അയച്ചിരിക്കുന്നത് അവളുടെ എല്ലാ കൂട്ടുകാർക്കുമാണ്. ഇന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കുമാണ്. ഞാൻ ആ വീട് മുഴുവൻ പരിശോധിച്ച് നോക്കി. അവൾ അയച്ച മെയിലിൽ ഉണ്ടായിരുന്ന ആ എൻവലപ്പ് കാണാതായിരിക്കുന്നു. അതാരോ എടുത്തിട്ടുണ്ട്. ആ എടുത്ത ആളാണ് ആന്റിയെ കൊന്നിരിക്കുന്നത്. എനിക്കത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അവരെല്ലാവരും ഐലൻഡിൽ ഒത്തുകൂടാൻ പോകുന്നു. നിങ്ങൾ അവിടെ ചെന്ന് അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇത് കേട്ട് ഹീറോ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സത്യം കണ്ടുപിടിക്കാം, കഴിയുന്ന എവിഡൻസും കണ്ടുപിടിക്കാം, അത് പോലീസിൽ ഏൽപ്പിക്കാം. ഇതാണ് സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ പ്രതികാരത്തിന് എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അതേസമയം ഈ ജോലി ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടെ വേണം. നിങ്ങളുടെ സിസ്റ്റർ മരണപ്പെട്ടിരിക്കുകയാണ് എന്ന ന്യൂസ് പുറത്തു വന്നിട്ടില്ല. ആ കൂട്ടുകാർക്കും ഇത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും എന്റെ കൂടെ ആ ഐലൻഡിലേക്ക് വരണം. ഹെലനായിട്ടല്ല, ആന്റി ആയിട്ട്, നിങ്ങളുടെ സഹോദരിയായിട്ട്. അത് കേട്ട് ഹെലൻ ചോദിക്കും, ഞാൻ അവിടെ വരുന്നത് എനിക്ക് സേഫ് ആണോന്ന്. ഹീറോ പറയും, സേഫ് അല്ല, സേഫ് ആയിരിക്കില്ല. ഒരു തവണ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആള് വീണ്ടും കൊല്ലാൻ ശ്രമിക്കാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ജോലി എനിക്ക് തരാതിരിക്കൂ. എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് കേട്ട് ഹെലൻ പറയും, എന്റെ ജീവന് എന്ത് ആപത്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ എന്റെ സഹോദരിയുടെ മരണം എങ്ങനെ സംഭവിച്ചു, അതിന് കാരണക്കാരാരാണ് എന്നെനിക്ക് കണ്ടുപിടിച്ചേ തീരൂ. ഞാൻ വരാം, ആന്റിയായിട്ട് വരാം, എന്റെ സഹോദരിയായിട്ട് നിങ്ങളോടൊപ്പം വരാം എന്ന് പറഞ്ഞ് അവൾ വാക്കു കൊടുക്കും. എന്നിട്ട് അവളുടെ സഹോദരിയുടെ രൂപത്തിലേക്ക് അവൾ മാറുകയാണ്. ഇവരവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കും, ചില റിസർച്ച് നടത്തും. ഈ കൂട്ടുകാർക്കെല്ലാം മൈൽസ് മരിച്ചാലാണ് ഉപയോഗം, അല്ലാതെ ആന്റി മരിക്കുന്നല്ല ഉപയോഗം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മൈൽസ് തന്നെ ആന്റിയെ കൊന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനെ മൈൽസ് ചെയ്യാൻ സാധ്യതയില്ല. ഓപ്പൺലി 2 പേർക്ക് എതിർപ്പുള്ളതുകൊണ്ട് മൈൽസ് ആന്റിയെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് ആദ്യം പിടിക്കുന്നത് മൈൽസിനെ തന്നെയായിരിക്കും. സോ ഇതാരായിരിക്കും എന്ന കൺഫ്യൂഷൻ വീണ്ടും ഉണ്ട് അവിടെ. ആന്റിയുടെ ഡയറിയിൽ നിന്നും ഇവരവളുടെ പഴയ ജീവിതം മനസ്സിലാക്കും. ഇവരെല്ലാവരും കൂട്ടുകാരായിരുന്നു, സാധാരണ ആൾക്കാരായിരുന്നു. ഒരു ബാറിൽ വെച്ച് എപ്പോഴും കണ്ടുമുട്ടും. ഇവരെ കൂട്ടത്തിലേക്ക് പുതുതായിട്ട് വന്ന ആളാണ് മൈൽസ്. മൈൽസിന് മനസ്സിൽ ഒരുപാട് ഐഡിയകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യം അവൻ പറയുമ്പോൾ ഇവർ വിശ്വസിച്ചിട്ടില്ല. ഇവരത് ശരിയാകും എന്ന് വിചാരിച്ചില്ല. ഓരോരുത്തർക്കും ഓരോ പാതയുണ്ടായിരുന്നു, ഓരോ പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഭാവി ഇങ്ങനെയായിരിക്കും, ഇതിലൂടെ പ്രവർത്തിച്ചാൽ നിങ്ങൾ മുന്നേറും എന്ന ഐഡിയ പലതും മൈൽസ് പറഞ്ഞു കൊടുത്തു. അവരങ്ങനെയെല്ലാം പ്രവർത്തിച്ച് വിജയിച്ചവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ ബാറിൽ വെച്ച് തന്നെ ആന്റി ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നത്. ആൽഫ ടെസ്ല പോലത്തെ ഒരു ഐഡിയ. അത് അവളാണ് കണ്ടുപിടിച്ചത്. അതിൽ നിന്നാണ് ഇവരുടെ സാമ്രാജ്യം ആരംഭിക്കുന്നത്. ഒരു നാപ്കിനിലാണ് അവൾ ആ ഐഡിയ എഴുതിയത്. അങ്ങനെ ഐഡിയ കൊണ്ട് ഇവരുടെ സാമ്രാജ്യം വളർന്നു. കുറെ കാലം കഴിഞ്ഞ് ഒരു പുതിയ സയന്റിസ്റ്റ് ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന വിഷയത്തെപ്പറ്റി മൈൽസിനോട് സംസാരിച്ചു. അതിലാണ് ലോകത്തിന്റെ ഭാവി എന്ന് മൈൽസ് വിചാരിച്ചു, കണക്കൂട്ടി. അതിനുവേണ്ടിയുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അത് ഇവരുടെ കമ്പനിയെ ബാധിക്കും, അതിൽ ഭാവിയില്ല, അതൊരു പരാജയ പരീക്ഷണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആന്റി സമ്മതിച്ചില്ല. ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല. നീ ഇതിന് മുതിരാണെങ്കിൽ ഞാൻ ഈ കമ്പനിയുടെ പകുതി ഷെയറും എടുത്തിട്ട് ഇറങ്ങിപ്പോകും, പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആന്റി പറഞ്ഞു. അപ്പോൾ മൈൽസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇവൾക്ക് ആ കമ്പനിയിൽ ഒരു ഷെയറും ഇല്ല, ഈ ഐഡിയ ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു. ഈ കേസിൽ കൂട്ടുകാരെല്ലാം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അതെ, ഇത് മൈൽസിന്റെ ഐഡിയ തന്നെയാണ്, ആന്റിക്ക് ഇതിലൊരു പങ്കുമില്ല, അവൻ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്, ഈ കമ്പനിയുടെ ഓണർഷിപ്പ് മൈൽസിന്റെ തന്നെയാണെന്ന് അവര് സാക്ഷിമൊഴി കൊടുത്തു. ഇവൾക്കാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. അങ്ങനെ ഇവള് തോറ്റുപോയി. കമ്പനി മുഴുവൻ മൈൽസിന്റെ പേരിലായി. അതിന്റെ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആന്റിക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഇവള് കണ്ടുപിടിച്ച് എഴുതി വെച്ച ആ നാപ്കിൻ കിട്ടുന്നു. പഴയ നാപ്കിൻ. അതൊരു സോളിഡ് എവിഡൻസ് ആണല്ലോ. ഈ നാപ്കിൻ ആണ് എൻവലപ്പിലാക്കി അവള് കൂട്ടുകാർക്ക് മെയിലായിട്ട് അയച്ചു കൊടുത്ത്. കിട്ടി, എന്റെ കയ്യിൽ തെളിവുണ്ട്, ഈ കമ്പനി കണ്ടുപിടിച്ചത് ഞാനാണ് എന്ന തെളിവെന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കള്ളസാക്ഷികളെല്ലാം തിരുത്തി എഴുതാനുള്ള തെളിവെന്റെ കയ്യിലുണ്ട്. ഈ ചതിക്കുള്ള പകരം വീട്ടാൻ ഞാനിപ്പോൾ തയ്യാറാണ്
എന്ന് പറഞ്ഞിട്ട് ഇവളെല്ലാവർക്കും മെയിൽ അയച്ചു. അത് കഴിഞ്ഞാണ് പെണ്ണ് മരണപ്പെടുന്നത്. ആരാണ് അവളെ കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഇരട്ട സഹോദരിയും നമ്മുടെ ഹീറോയും കൂടെ ഐലൻഡിലേക്ക് വരുന്നു. അവൾ വേഷം മാറിയാണ് വരുന്നത്. അവിടെ വന്ന് ആൻറ്റി എന്ന ഹെലൻ ഡ്യൂക്കിന്റെ കാമുകിനെ പരിചയപ്പെടുന്നുണ്ട്. കൂടത്തി കുറച്ച് മനസാക്ഷിയുള്ള പെണ്ണ് അതാണ്. ഇവക്ക് ഡ്യൂക്കിന് ഇഷ്ടമൊന്നുമല്ല. അവള് മോഡലിംഗിൽ ഫേമസ് ആവണം എന്ന് പറഞ്ഞിട്ട് ഡ്യൂക്കിന്റെ കൂടെ കൂടിയതാണ്. ഡ്യൂക്കിന്റെ ചാനലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. ആ സമയത്ത് തന്നെ ഇവൾക്ക് ഇടയ്ക്കിടെ ചില സമ്മാനങ്ങൾ കൊടുത്ത് മൈൽസ് അവന്റെ ഇഷ്ടത്തിന് ഇവളെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൈൽസിന്റെ ഒരു പ്ലേ ഗേളായിട്ട് ഇവള് പ്രവർത്തിക്കുന്നു. എന്നാൽ അവൾക്ക് ആന്റിയെ കൂട്ടുകാരി ചതിച്ചതിൽ വിഷമമുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ച് പിരിയുന്നുണ്ട്. ഹെലൻ ആണെങ്കിൽ ഓരോരുത്തരായിട്ട് നിരീക്ഷിക്കുകയാണ്. അവരുടെ കോൺവെർസേഷൻ പകർത്തിയെടുക്കുന്നുണ്ട്. ഇതിൽ ആർക്കായിരിക്കും മോട്ടീവ്, ആരാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴാണ് പൊളിറ്റീഷ്യനും സയന്റിസ്റ്റും സംസാരിക്കുന്ന ഇവള് കേൾക്കുക. ആന്റി എന്തുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ല? അതിന് തക്കതായ കാരണമുണ്ട്. ഈ ഹൈഡ്രജൻ ഫ്യൂവൽ അതീവ ശക്തിയായ ഒരു സാധനമാണ്. അത് സേഫ് അല്ല. പവർ കിട്ടുമെങ്കിലും വീടിനകത്തൊരു ബോംബ് വെച്ച അവസ്ഥയായിരിക്കും മനുഷ്യരുടെ. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അണുബോംബ് പോലെ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ സേഫ് അല്ലാത്ത ഫ്യൂവൽ ആയതുകൊണ്ടാണ് ആന്റി സമ്മതിക്കാതിരുന്നത്. എന്നാൽ മൈൽസ് മുന്നോട്ട് പോയി. ഹെലൻ ഒരു റെക്കോർഡർ കൊണ്ടുവന്ന് നമ്മുടെ മോഡലിന്റെ ബാഗിനകത്ത് വെക്കും. അവൾ എന്താ സംസാരിക്കണമെന്ന് കേൾക്കാൻ വേണ്ടി. ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്നും നമ്മുടെ ഹീറോയിന് മനസ്സിലായത് ഇവർക്കെല്ലാം മൈൽസിനെ സംരക്ഷിക്കണം, എന്നാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഒരുപക്ഷെ മൈൽസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരെല്ലാം ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ആന്റിയെ ചെന്ന് കണ്ടതാണെങ്കിലോ, അവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരെല്ലാവരും ചേർന്ന് ശബ്ദമില്ലാതെ ആന്റിയെ വകവരുത്തിയതാണെങ്കിലോ, എന്നിട്ട് ആ എൻവലപ്പും കൊണ്ട് അവർ മൈൽസിന്റെ അടുത്തേക്ക് വന്നു കാണും. ഇതായിരിക്കാം സംഭവിച്ചത് എന്ന് അവരിങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഡ്യൂക്കും പൊളിറ്റീഷ്യയും കൂടി ആന്റിയോട് ചോദിക്കുകയാണ്, നീ ഇവിടെ വന്നതിന്റെ യഥാർത്ഥ കാരണം പറയും. ആ ഇമെയിൽ എന്തിനാണ് ഞങ്ങൾക്ക് അയച്ചത്? ആന്റി പറയും, ഞാൻ ആ ഇമെയിൽ അയച്ചു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ റീപ്ലൈ തന്നില്ല? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? അത് കേട്ട് പൊളിറ്റീഷ്യ പറയും, ഞാനൊരു പൊളിറ്റീഷ്യനാണ്, എനിക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വന്നു. ഞാനും ഡ്യൂക്ക് നിന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ സയന്റിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ മുട്ടി നോക്കി, നീ തുറന്നില്ല. ലൈറ്റ് എല്ലാം ഓഫായിരുന്നു. ഡ്യൂക്ക് ആണെങ്കിൽ ബൈക്കിൽ വന്ന് ജസ്റ്റ് മിസ്സിന് ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഞങ്ങൾ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ കള്ളസാക്ഷ്യം പറഞ്ഞത്. ഞങ്ങൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അത് കേട്ട് ആന്റി ചോദിക്കും, ഞാൻ അന്ന് കതക് തുറന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? നടന്നതിനെല്ലാം ക്ഷമിക്കൂ, ഞങ്ങൾ സാക്ഷ്യം മാറ്റി പറയാമെന്നോ? അങ്ങനെയല്ല. ആ എൻവലപ്പ് യൂസ് ചെയ്ത് കേസ് കൊടുക്കാതിരിക്കാൻ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നു, അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനല്ലല്ലോ. പിന്നെന്തിന് ഞാൻ നിങ്ങളെ കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആന്റി അവിടെ നിന്ന് മാറിപ്പോകും. അത് കഴിഞ്ഞ് ആന്റി ഹീറോയോട് പറയും, അന്ന് ഇവരെല്ലാം ആന്റിയെ കാണാൻ പോയിട്ടുണ്ട്. എന്നാൽ ഡ്യൂക്ക് നേരത്തെയും പൊളിറ്റീഷ്യനും സയന്റിസ്റ്റും രണ്ടാമതും അവർ ഒരുമിച്ചാണ്. അവർ രണ്ടാമതും മോഡല് ഏറ്റവും അവസാനമാണ് പോയിരിക്കുന്നത്. ഇവരാരും തന്നെ ആന്റിയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആന്റിയെ കണ്ട് സംസാരിച്ചവരാണെങ്കിൽ അവരാ സംസാരിച്ച വിഷയത്തെ പറ്റിയല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. കണ്ടിട്ടേ ഇല്ല എന്ന് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അവർ വിചാരിക്കും. അപ്പോഴാണ് ഇവർ മറ്റൊരു വിഷയം കാണുക. ജിമ്മിൽ വെച്ചിട്ട് നമ്മുടെ സയന്റിസ്റ്റ് മൈൽസിനൊരു ഫാക്സ് അയച്ചിട്ടുണ്ട്. ആന്റിയുടെ ഇമെയിലാണ് അവൻ ഫാക്സ് ആയിട്ട് അയച്ചിരിക്കുന്നത്. കാരണം മൈൽസിന് ഇമെയിൽ ഇല്ല, അവൻ യൂസ് ചെയ്യുന്നില്ല, ഫാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൈൽസ് ഈ വിവരം അറിയുന്നത്. ഇവർ മനസ്സിലാക്കി നിൽക്കുമ്പോൾ ഡ്യൂക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെ കാണുന്നില്ല. ഡ്യൂക്ക് തന്റെ കാമുകിയോട് അവൻ എന്തെങ്കിലും കാണിച്ച് ഈ കാര്യം സാധിക്കി നടത്തുകയെ, നിന്നെ കൊണ്ട് കഴിയും, നീ പരമാവധി ശ്രമിക്കി എന്ന് കാമുകിയോട് പറയുന്നുണ്ട്. സോ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഡ്യൂക്ക് തന്നെയാണ് തന്റെ കാമുകിയെ മൈൽസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവനുമായിട്ട് ലീലാവിലാസത്തിൽ ഏർപ്പെടുത്തി ഡ്യൂക്കിന്റെ കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നു. ഡ്യൂക്കിന്റെ ചാനലെല്ലാം നഷ്ടത്തിലാണ്. ആൽഫ കമ്പനി ഉപയോഗിച്ച് അവന്റെ ചാനലിന്റെ റീച്ച് കൂട്ടിക്കാനാണ് അവൻ കാമുകിയെ പറഞ്ഞു വിട്ട് മൈൽസിനോട് ആ കാര്യം നടത്താൻ പറയുന്നു. എന്നാൽ മൈൽസ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ കൂട്ടുകാരനാണെങ്കിലും മണ്ടനാണ്. അവന്റെ ചാനൽ ഞാൻ വിളംബരപ്പെടുത്തിയാൽ അതെനിക്കല്ലേ മാനക്കേടാവുക എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നു. ഈ സമയത്ത് ആന്റി നമ്മുടെ മോഡലിന്റെ ബാഗിൽ ഒളിച്ചു വെച്ചിരുന്ന റെക്കോർഡർ അതെടുത്ത് അവൾ എന്താണ് പറഞ്ഞിരിക്കണമെന്ന് കേൾക്കും. മോഡലിംഗ് എല്ലാം അവസാനിപ്പിച്ചു. അവൾ പറഞ്ഞ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവളുടെ കമ്പനി തകർന്നിരിക്കുകയാണ്. അത് മൈൽസിനെയും ബാധിക്കുന്നുണ്ട്. സോ ആ കുറ്റം പൂർണ്ണമായിട്ടും മോഡൽ ഏറ്റെടുക്കുകയാണെങ്കിൽ മൈൽസ് കുറേ അധികം പണം ഇവൾക്ക് കൊടുക്കും. ഇവൾക്ക് പുതിയൊരു കമ്പനി ആരംഭിക്കാം. അങ്ങനെ ആ കുറ്റം ഏറ്റെടുത്ത് മൈൽസിന്റെ ഇന്ന് പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ഹെലൻ ഹീറോയോട് പറയും, അവർക്ക് എല്ലാവർക്കും തന്നെ മൈൽസിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് ആ എൻവലപ്പ് കണ്ടുപിടിച്ച് അവര് തന്നെ അതിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണം. അവരിൽ ആരെങ്കിലും അതിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണം. അത് മൈൽസിനെ കാണിച്ച് അവർക്ക് അവനെ പ്രീതിപ്പെടുത്തണം. സോ അത് അവരുടെ ആരുടെയെങ്കിലും മുറിയിൽ അവർ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാം. ഇന്ന് രാത്രി ഡിന്നറിന്റെ സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് നീ അവിടുന്ന് എസ്കേപ്പായി എല്ലാവരുടെ മുറിയും പരിശോധിക്കണം. അങ്ങനെയാണ് ഡിന്നറിന്റെ സമയത്ത് ആന്റി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അതും ഡ്യൂക്കിന്റെ കാമുകിയോട് നീ ഡ്യൂക്കിൽ നിന്ന് രക്ഷപ്പെട്ടോ, അതാണ് നിനക്ക് നല്ലത് എന്നുള്ള അഡ്വൈസും കൊടുത്തിട്ടാണ് അവൾ പോകുന്നത്. എന്നിട്ട് എല്ലാ മുറിയും അവൾ പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്താണ്
ഡ്യൂക്ക് മരണപ്പെടുന്നു. അത് ആന്റി അറിയുന്നില്ല. ആന്റി അങ്ങനെ ഓരോ മുറിയും പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ വഴിപോക്കൻ, അയാൾ ഒരു മുറിയിൽ ഹായായിട്ടിരുന്ന് വെള്ളമടിക്കുന്നുണ്ടാവും. വരുന്നോ ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം എന്നയാൾ പറയുന്നുണ്ട്. ഇവൻ എന്തിനാ പ്ലേസ് ചെയ്തിരിക്കണേന്ന് മനസ്സിലായില്ല. സംഭവം ഈ സമയത്ത് ആന്റി മരിച്ച വിവരം നാടാകെ പരക്കുന്നു. ഇതുവരെ അത് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഭയങ്കര ന്യൂസായിട്ട് അത് നാടാകെ പരക്കുന്നു. ആന്റി അത് കണ്ട് പേടിച്ച് എത്രയും പെട്ടെന്ന് ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത മുറിയിലേക്ക് വരുന്നു. അവിടെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്യൂക്കിന്റെ കൂട്ടുകാരി ഇരിപ്പുണ്ടാവും. ഡ്യൂക്ക് മരിച്ചത് കൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഹീറോയിൻ അപ്പം അറിയില്ല. അവൾ പറയും, നീ അവന്റെ നിന്ന് പിരിയുന്നത് തന്നെയാണ് നല്ലത്. അവൻ ഓൾറെഡി നശിച്ചല്ലോ. അവന്റെ ദുഷിച്ച സ്വഭാവം കൊണ്ടാണ് അവൻ നശിച്ചു പോയത്, ഇല്ലാണ്ടായത്. നീ രക്ഷപ്പെട്ടോ എന്നിവൾ പറയുമ്പോൾ ആ ഡ്യൂക്കിന്റെ കാമുകി വിചാരിക്കും ഇവളാണ് ഡ്യൂക്കിനെ കൊന്നതെന്ന്. നീ ഡ്യൂക്കിനെ കൊന്നിട്ട് ഇപ്പൊ എന്നെയും കൊല്ലാൻ വന്നിരിക്കുകയാണോടി എന്ന് പറഞ്ഞ് അവളൊരു ഷവല് കയ്യിലെടുക്കുന്ന സമയം കറണ്ട് പോകും. അവളുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആന്റി. ആന്റി ഓടി രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഹീറോയെ കണ്ടുമുട്ടുന്നത്. ഡ്യൂക്ക് മരണപ്പെട്ടു എന്നുള്ളത് ഹീറോയാണ് ആന്റിയോട് പറയുന്നത്. ഞാൻ എല്ലായിടത്തും പരിശോധിച്ചു, ആ എൻവലപ്പ് കാണാനില്ല എന്ന് ആന്റി പറയുമ്പോൾ ഹീറോ, ഇനി ഒരിടം കൂടി ബാക്കിയുണ്ട്, ഗ്ലാസ് ഒണിയന്റെ അകത്തായിരിക്കും, അത് മാത്രം മതി, എത്രയും പെട്ടെന്ന് നീ അത് കണ്ടുപിടിക്കുക എന്ന് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അകലെ നിന്നും ഒരു വെടിയുണ്ട ആന്റിയുടെ ദേഹത്ത് തറയ്ക്കുന്നത്. പെണ്ണ് മരിച്ചു വീണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഭാഗ്യത്തിന് അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഡയറിയിലായിരുന്നു ആ ഉണ്ട കൊണ്ടത്. അതുകൊണ്ട് പെണ്ണിനൊന്നും സംഭവിച്ചിട്ടില്ല. ഉടനെ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി ഹീറോ പറയും, കില്ലറുടെ വിചാരം നീ മരണപ്പെട്ടു എന്നല്ലേ, അതെന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഈ സോസ് മേത്ത് കൊട്ടിക്കുമെന്നും പറഞ്ഞ് കുറച്ച് സോസ് മേത്ത് കൊട്ടിച്ചിട്ട് ചത്ത പോലെ അവളെ കിടത്തിയിട്ട് ആൾക്കാർ വരുമ്പോൾ അവൾ ചത്തു, അങ്ങനെ പറഞ്ഞ മോശം, അവൾ മരണപ്പെട്ടു, ഇതിന് ഉത്തരവാദി ആരാണെന്ന് ഇനി കണ്ടുപിടിക്കണം, ഇനി ഒരു മരണത്തിന് എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല, എല്ലാവരും അകത്തേക്ക് വരുന്നടാ എന്നും പറഞ്ഞ് ഹീറോ മിരട്ടി എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ പോകുന്ന സമയത്താണ് പാവം പെണ്ണിന്റെ മൂക്കിലേക്ക് ആ സോസ് ഒഴുകി വരുന്നത്. തക്കാളിയും ചില്ലിയും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മൂക്കിനകത്ത് കയറിയ നീറിപ്പെണ്ണ് ഒച്ച വയ്ക്കും. മൂക്കിനകത്ത് കയറി അവൾ കടിച്ചു പിടിച്ചത് തുമ്മിക്കളയും ഇവരെല്ലാം പോകുമ്പോൾ. എന്നിട്ട് എഴുന്നേറ്റ് ഓടുകയാണ് ഗ്ലാസ് ഓണിയനിലേക്ക്. അപ്പോഴാണ് ഹീറോ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഇനി ഈ മിസ്റ്ററി ഓപ്പൺ ചെയ്യാനുള്ള സമയമായി, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇവിടെ ഹെലൻ തേടി ആ എൻവലപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ആ സമയം ഇവിടെ ഹീറോ, നിങ്ങളെല്ലാവരും കരുതുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആരോ മൈൽസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല, അവൻ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഡ്യൂക്കിന്റെ കയ്യിലേക്ക് തന്റെ ഗ്ലാസ് വെച്ചു കൊടുത്തത് മൈൽസ് തന്നെയാണ്. എന്നിട്ടത് മാറി അവൻ എടുത്തു എന്ന് പറഞ്ഞ് അവൻ വാദിച്ചു. ഇത് കേട്ട് സയന്റിസ്റ്റ് ചോദിക്കും, എന്തുകൊണ്ട് മൈൽസ് ഡ്യൂക്കിനെ കൊല്ലേണ്ട ആവശ്യം എന്താണ്? ഹീറോ പറയും, കാരണമുണ്ട്. ആന്റിയുടെ ഹൗസിൽ നിന്നും മൈൽസ് തിരിച്ചു പോകുന്നത് ഡ്യൂക്ക് കണ്ടിരുന്നു. അതാണ് അവൻ പറഞ്ഞത് അന്ന് ജസ്റ്റ് ആക്സിഡന്റിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന്. താൻ ചെയ്ത കുറ്റകൃത്യത്തിന് ഒരു സാക്ഷിയുണ്ട്, അത് ഡ്യൂക്കാണ്. ആ ഡ്യൂക്കിനെ തന്റെ വലയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂക്കിന്റെ കാമുകിയെ മൈൽസ് തന്റെ വലയിലാക്കിയത്. അവളുടെ ബർത്ത്ഡേക്ക് ഒരു നെക്ലസ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇനി ആ ഒളിച്ചു വെച്ചിരിക്കുന്ന എൻവലപ്പ് അത് വരട്ടെ പുറത്ത് എന്ന് ഹീറോ പറയുമ്പോൾ ആന്റി ആ എൻവലപ്പുമായിട്ട് പുറത്തു വരും. ഇതെന്നാ മരിച്ച ആള് പുറത്തു വന്നിരിക്കുന്നു. എല്ലാവരും ഷോക്ക് ആവുകയാണ്. ഹീറോ പറയും, ഈ എൻവലപ്പ് എങ്ങനെ ഈ ഒണിയൻ ഗ്ലാസിനകത്ത് വന്നു എന്നിനി ഞാൻ പറയാം. മെയിൽ കിട്ടിയ ഉടനെ സയന്റിസ്റ്റ് മൈൽസിന് ഫാക്സ് അയച്ചു. തന്റെ സാമ്രാജ്യം തകർന്നു പോകുമെന്ന് അറിഞ്ഞ ഉടനെ മൈൽസ് ആന്റിയെ കാണാൻ പുറപ്പെട്ടു. ആന്റിയോട് പല ഡീലും അവൻ സംസാരിച്ചു. എന്നാൽ ആന്റി അതിന് തയ്യാറായില്ല. അവളെ വീഴ്ത്താൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. അവൻ വിഷം കലർന്ന ഡ്രിങ്ക്സ് ആന്റിക്ക് കൊടുത്തു. അവൾ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം അവളെ കാറി കിടത്തി അവൻ എസ്കേപ്പായി. അന്ന് എല്ലാ കൂട്ടുകാരും ആന്റിയെ കാണാൻ പോയെങ്കിലും അവളെ കണ്ടിട്ടില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പക്ഷെ ഇന്ന് ഡ്യൂക്കിന്റെ മൊബൈലിൽ മെസ്സേജ് ലഭിച്ചപ്പോഴാണ് ഡ്യൂക്കിന് മനസ്സിലായത് ആന്റി മരണപ്പെട്ടുവെന്ന്. അങ്ങനെയാണെങ്കിൽ അന്ന് ആന്റിയെ കൊന്നത് മൈൽസ് തന്നെയാണെന്ന് അവൻ ഉറപ്പായി. അതാണ് അവൻ അടുത്ത് വിളിച്ച് മൈൽസിനോട് പറഞ്ഞതും അവന്റെ ഡീലിന് മൈൽസ് സമ്മതിക്കുകയാണെങ്കിൽ അവൻ ഇത് പുറത്തു പറയില്ല എന്ന് വാക്കുകൊടുത്തത്. രണ്ടുപേരും അങ്ങനെ ഡീൽ വെച്ചു. എന്നാൽ ഇതെങ്ങനെയും പുറത്താകും, എല്ലാ കാലവും തനിക്കൊരു ഭീഷണി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ മൈൽസ് വിഷമല്ല കലർന്നത്, ഡ്യൂക്കിന് ഏറ്റവും അലർജിയുള്ള പൈനാപ്പിൾ ജ്യൂസാണ് വിസ്കിയിൽ കലർന്നത്. ആ അലർജി കാരണം ഡ്യൂക്ക് മരണപ്പെടും എന്ന് അവൻ ഉറപ്പുണ്ട്. അതാണ് ഡ്യൂക്കിന് സംഭവിച്ചത്. അപ്പൊ ചുറ്റും കൂടിയിട്ടുള്ളവരൊക്കെ ഞെട്ടി, ആന്റി മരണപ്പെട്ടെങ്കിൽ അപ്പൊ ഇതാരാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഹീറോ പറയാം, ഇതാണ് ആന്റിയുടെ ട്വിൻ സിസ്റ്റർ ഹെലൻ. ആന്റിയുടെയും ഡ്യൂക്കിന്റെയും മരണകാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം. ഇനി ഹെലന്റെ കൊലപാതക ശ്രമം വന്നിരിക്കുന്നത് ആന്റിയല്ല ഹെലൻ ആണെന്ന് നേരത്തെ തന്നെ മൈൽസ് മനസ്സിലാക്കി. ഹെലൻ മറ്റൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ മൈൽസ് ഡ്യൂക്കിന്റെ ഗണ്ണെടുത്ത് ഹെലനെ ഷൂട്ട് ചെയ്തു. ആ കൊലപാതകം തന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെക്കാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴേക്കും ഞാൻ ചുരുളഴിച്ചു തുടങ്ങി. ആന്റി ഉടനെ ഇനി നിന്റെ തോൽവിയാണ് മൈൽസ് എന്ന് പറഞ്ഞിട്ട് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് കാണിക്കും. അത് കണ്ട് മൈൽസ് കുലുങ്ങില്ല. ഇതൊരു തെളിവായിട്ട് കാണിക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ ഇതേ കോപ്പി ഉണ്ടെന്ന് പറയുമ്പോൾ ഹെലൻ, ഇത് തെളിവ് തന്നെയാണ് മണ്ട. ആ ബാർ ക്ലോസ് ചെയ്തിട്ട് 9 വർഷമായി. എന്നാൽ ഇനിയും ആ ബാറിന്റെ പേര് ഈ ടിഷ്യൂലുണ്ട്. ഇത് അവളുടെ കൈയക്ഷരമാണ്. ഇത്രയും പഴക്കമുള്ള നിന്റെ കയ്യിലില്ല. ഈ ഒരൊറ്റ സോളിഡ് എവിഡൻസ് മതി നിന്നെ തകർക്കാൻ. ഇതവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത് വന്ന മൈൽസ് പെട്ടെന്ന് കയ്യിൽ നിന്ന് ലൈറ്റ് എടുത്ത് ആ ടിഷ്യൂ കത്തിച്ചു കളയും. ടിഷ്യൂ അല്ലേ, തീ കൊണ്ടുടനെ കത്തിപ്പോയി. ഇനി നീ എന്ത് ചെയ്യും? ആ കരിച്ചാമ്പൽ എടുത്തുകൊണ്ട് പോയി തെളിവായിട്ട് കാണിക്കുമോ?
ഒരു സോളിഡ് എവിഡൻസും നിങ്ങളുടെ കയ്യിലില്ല. കരയല്ലാതെ എനിക്കെതിരെ എന്ത് എവിഡൻസ് ആണ് നിന്റെയൊക്കെ കയ്യിലുള്ളത്? എന്തേലും ഒരു എവിഡൻറ്റ് അത് കാണിക്കേ. ഞാൻ ചെയ്ത കൊലപാതകത്തിനെതിരെയോ ഈ കമ്പനിയുടെ ഐഡിയക്കെതിരെയോ ഒരു എവിഡൻസ്, ഒരു സാക്ഷി കാണിക്കേ. അത് കേട്ട് ഹീറോ പറയും, അതെ സത്യമാണ്, നമ്മുടെ പക്കല് ഒരു സോളിഡ് എവിഡൻസും ഇല്ല. ഇനി സാക്ഷികൾ മാത്രമേ ഉള്ളൂ. അവരും കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ ഹെലൻ ഡ്യൂക്കിന്റെ ഗണ്ണെടുത്ത്, അവനാണ് എന്നെ ഷൂട്ട് ചെയ്തത്, ആന്റിയെ കൊന്നത് അവനാണ്, ഡ്യൂക്കിനെ കൊന്നത് അവനാണ്, ഇതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ അറിഞ്ഞതല്ലേ, എന്റെ കൂടെ നിൽക്കുന്ന ആരാണ്, കൈവെക്കൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്തും പോകുമ്പോഴും അവരൊന്നും കൈവെക്കാൻ തയ്യാറല്ല. അവരെല്ലാം സ്വന്തം ജീവിതം തകർന്നു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഡ്യൂക്കിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഹീറോയും പറയും, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, വേണമെങ്കിൽ കുറച്ച് ധൈര്യം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവൻ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് എടുത്ത് ഹീറോയിന്റെ കൈ കൊടുക്കും. ഇവളത് കുടിച്ച് ആ ഗ്ലാസ് പൊട്ടിച്ചിട്ട് തന്റെ ദേഷ്യമെല്ലാം അവിടെയുള്ള ചില്ലുരൂപങ്ങൾ പൊട്ടിച്ചു തീർക്കും. ഓരോന്നോരോന്നായിട്ട് അവൾ പൊട്ടിക്കുകയാണ്. ബാക്കി എല്ലാവരും ഫ്രസ്ട്രേഷനിൽ നിൽക്കുകയാണ്. കുടുക്കത്തിപ്പെട്ട് ഈ മൈൽസിന്റെ ചതിപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവൾ ഓരോന്നും എടുത്ത് പൊട്ടിക്കുന്ന കണ്ട് ഇവരും അവർക്കകത്തുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇവരും ഓരോന്നെടുത്ത് പൊട്ടിക്കാൻ തുടങ്ങും. പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ചു. പെട്ടെന്നാണ് ഹെലൻ അവിടെയുള്ളൊരു പീഠത്തിന് തീ കൊളുത്തുന്നു. അത് കത്താൻ തുടങ്ങി. കത്താൻ തുടങ്ങി. അതിലേക്ക് വീണ്ടും ഇവള് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കത്തിക്കും. അവസാനം മൈൽസ് പറയും, മതി നിർത്ത്, നിന്റെ ദേഷ്യം തീർന്നില്ലേ, ഇനി ഇറങ്ങിപ്പോയിക്കോ, ഇനി നിന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല, പോയിക്കോ, ഓക്കവേ, എന്നെ നിനക്ക് താർക്കാൻ കഴിയില്ല. അത് കേട്ട് ഹെലൻ പറയും, ഞാനും ഇറങ്ങിപ്പോവാണ്, എന്റെ സഹോദരി ഇറങ്ങിപ്പോയതുപോലെ തന്നെ, പക്ഷേ നിനക്കൊരു ഓർമ്മ ബാക്കി തന്നിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് അവൾ പറയുമ്പോൾ തന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോ എങ്ങനെയോ ഈ ഹൈഡ്രജൻ ഫ്യൂവല് അടിച്ചു മാറ്റി ഇവളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ ഇവൻ കണ്ടുപിടിച്ച സാധനം, നേതാക്കളെ കാണിക്കാൻ പോകുന്ന സാധനം. അതിന് ഭയങ്കര പവറും അല്ലേ. ഈ സാധനം കാണിച്ചിട്ട് അവള് എടുത്ത് തീയിലേക്ക് വലിച്ചെറിയും. അതിന് ബോംബിന്റെ പവറാണ്. അത് ചെന്ന് വീണ് പൊട്ടിത്തെറിക്കുകയാണ്. ഉടനെ ആ ക്യൂബിനകത്തുണ്ടായിരുന്ന എനർജി എല്ലാം ലോസായി. ആ ഗ്ലാസ് എല്ലാം പൊട്ടിത്തെറിക്കും, തീയും പുകയും. അപ്പൊ പുറത്ത് ഹായ് ആയിട്ടിരുന്ന് നമ്മുടെ ജെയിംസ് ബോണ്ടും ആ വഴിയാത്രക്കാരനും സിഗരറ്റ് വലിക്കുന്നുണ്ട്, മാർവലസ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഈ സിഗരറ്റ് വലിക്ക് കൂട്ടിയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പൊട്ടിത്തെറിച്ചു, എല്ലാം നശിച്ചു പോകുന്നുണ്ട്, എന്നാൽ ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ സമയത്താണ് നമ്മുടെ ഹെലൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. തീ കത്തുമ്പോൾ ഇവള് മോണാലിസയുടെ ആ ചില്ല് പെട്ടി തുറന്നു വെക്കും. സ്വിച്ച് അമർത്തി തുറന്നു കളയും. ആ തീയിൽപ്പെട്ട് ലോകാത്ഭുതങ്ങളിലൊന്നായ മോണാലിസയുടെ ആ പടം അത് കത്തിക്കരിഞ്ഞു പോവുകയാണ്. എല്ലാം നശിച്ചു. എല്ലാവരും പുറത്തു വന്നിരിക്കുമ്പോൾ നിനക്ക് മതിയായോടി എന്ന് ചോദിച്ചിട്ട് നിലവിളിച്ചുകൊണ്ട് മൈൽസ് ഇറങ്ങി വരും. ഇനി നിനക്കൊന്നും ചെയ്യാനില്ലേ, നിനക്കെന്നെ നശിപ്പിക്കാൻ കഴിയില്ല, ഒരു ചെറിയ കൂടാരം തകർത്തുകൊണ്ട് ഞാൻ ഇല്ലാണ്ടായിപ്പോയി എന്ന് നീ വിചാരിച്ചു. അത് കേട്ട് ഹെലൻ പറയും, നീ ഇല്ലാതായി പോയിടാ മണ്ട, അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. വെറുതെയല്ല എന്റെ സിസ്റ്റർ നിന്നെ വിട്ട് ഇറങ്ങിപ്പോയത്. നിന്റെ ഭാവി കണ്ടുപിടുത്തം കത്തിക്കരിഞ്ഞുപോയി. അതിന്റെ കൂടെ തന്നെ വേൾഡ് ഫേമസ് പെയിന്റിങ്ങും കരിഞ്ഞുപോയി. ഇതാണ് മൈൽസ് ബ്രോന്റെ അവസാനം. ഇനി നിനക്ക് ലോകത്തോട് കാണിക്കാൻ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇല്ല. പോരാത്തതിന് ഒരു രാജ്യത്തിന്റെ സ്വത്താണ് നീ കരിച്ചു കളഞ്ഞത് മോണാലിസ. ആ കടം വീട്ടാൻ ഇനിയൊരു 10 ജന്മം ഉണ്ടെങ്കിലും നിനക്ക് കഴിയില്ല. എല്ലാം അവസാനിച്ചു, നിന്റെ എല്ലാം അവസാനിച്ചു. ഇനി ലോകം നിന്നെ ഒരു നാശവിനയായിട്ടേ ഓർക്കുള്ളൂ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ മൈൽസ് കൂട്ടുകാരോട് ചോദിക്കും, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, അവളാണിതിനെല്ലാം കാരണം, അവളാണിതെല്ലാം ചെയ്തത്, നിങ്ങൾ എനിക്ക് കൂട്ടു നിൽക്കില്ലേ? അത് കേട്ട് കൂട്ടുകാരൊക്കെ കൈവെക്കും. അതെ, ഞാൻ കണ്ടു അവൻ ഡ്യൂക്കിന്റെ ഗണ്ണെടുക്കുന്നത്, ഞാൻ കണ്ടു അവൻ ആന്റിയെ കൊലപാതകം ചെയ്ത് തിരിഞ്ഞു വരുന്നു, അവൻ ഹെലൻ ഷൂട്ട് ചെയ്തതും എനിക്കറിയാം, ഞങ്ങളെല്ലാവർക്കും അറിയാം മൈൽസാണ് കുറ്റക്കാരനെന്ന്. അങ്ങനെ കൂട്ടുകാരും അവനെ ഉപേക്ഷിച്ചു. തിരിച്ചു വന്ന ഹെലനോട് ഇനി നമുക്ക് വീട്ടിൽ പോവല്ലേ എന്ന് ഹീറോ ചോദിക്കുന്ന സമയം പോലീസുകാർ വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലുമാസ്.